സർ, JP ദത്ത കേന്ദ്രമന്ത്രിയായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനി തൻ്റെ ദേശീയ അധ്യക്ഷ പദവി ഒഴിയുമെന്ന്. ഇപ്പോൾ കേൾക്കുന്നത് ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും ദേശീയ അധ്യക്ഷരാകുമോ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യൻ മുന്നണിക്കാരുണ്ടല്ലോ, ഇന്ത്യൻ മുന്നണിക്കാർ ഉത്തർപ്രദേശിലൊക്കെ രക്ഷപ്പെട്ടത് ഈ ഭരണഘടന മാറ്റും, ദളിതർക്ക് ദോഷം വരും, അതെ, സംവരണം മൊത്തം എടുത്തു കളയും പറഞ്ഞ് ഭരണഘടനാ വിരുദ്ധരും ദളിത് വിരുദ്ധരും ഒക്കെയാണ് പ്രചരണം നടത്തി. കുറേ പേര് മാറി. ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഗതിയൊക്കെ മാറിയിരുന്നു ഉത്തർപ്രദേശിൽ. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ ചില സംസ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞു, പാർലമെൻറ്റിൻ്റെ സമ്മേളനം കഴിഞ്ഞു, ശീതകാല സമ്മേളനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് BJP പോകേണ്ട സമയമാണ്. പകുതി സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുകൾ മാറണം. പിന്നെ ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റ് നദ്ദയുടെ സ്ഥാനത്ത് ആരാണെന്നുള്ളത് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പുതിയ പ്രസിഡന്റ് വരണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ പല തലങ്ങളിൽ സജീവമാണ് എന്നാണ് അറിയുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പൊക്കെ ജോറായിപ്പോയി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ നഡ്ഡ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ RSSനേക്കാൾ ഇപ്പോൾ സ്വന്തമായി ശേഷിയുള്ള പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞു. അതിൻ്റെ ദോഷമാണോ എന്നറിയില്ല. പല സ്ഥലത്തും തിരിച്ചടിയൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ അഭിപ്രായം കൂടി തേടിയിട്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ഒക്കെ RSS നന്നായി വർക്ക് ചെയ്തല്ലോ. അപ്പോൾ RSSൻ്റെ അഭിപ്രായം കൂടി തേടിയിട്ടായിരിക്കും മോദി ഒരാളെ ചൂസ് ചെയ്യാം. മോദി എന്ന് പറയേണ്ട, മോദിയും അമിത്ഷായും കൂടി ഒരാളെ പിക്ക് ചെയ്യുക എന്നാണ് കേൾക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിലൊക്കെ RSS വളരെ സജീവമായിരുന്നു. 2014 അമിത്ഷാ BJP ദേശീയ പ്രസിഡന്റ് ആവുമ്പോൾ അന്നും നഡ്ഡയുടെ പേര് കേട്ടിരുന്നതാണ്. നഡ്ഡ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. ഉത്തർപ്രദേശിൽ അന്ന് ഈ 80 സീറ്റിൽ 73 സീറ്റും നേടുമ്പോൾ അമിത്ഷായ്ക്കായിരുന്നു ഉത്തർപ്രദേശിൻ്റെ ചുമതല. മൃഗീയ ഭൂരിപക്ഷം നേടിയല്ലേ, അതൊരു പ്രത്യേക വാക്കാണ്. അപ്പോൾ ഈ അങ്ങനെ അമിത്ഷായ്ക്ക് വലിയ പേരുണ്ടായി കഴിഞ്ഞപ്പോൾ അമിത്ഷാ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2014 ഷായ്ക്ക് പകരം ഷായുടെ സ്ഥാനത്ത് നഡ്ഡയ്ക്ക് വരാൻ പറ്റിയില്ല. ഷാ ഉത്തർപ്രദേശിനെ ശരിക്കും പിടിച്ച് കൊണ്ടുവന്നല്ല. അപ്പോൾ അതിൽ ഷായുടെ പങ്ക് അംഗീകരിച്ചു, ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാൾ. പക്ഷെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ യോഗിക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ ഉപമുഖ്യമന്ത്രിമാരില്ലേ രണ്ടുപേര്, മറ്റേ ത്രിപാഠിയും കേശവ് പ്രസാദ് മൗര്യയും ഒക്കെ, അവർ അമിത്ഷായുടെ ആളുകളാണ് എന്ന് പലരും പറയുന്നുണ്ട്. നമ്മളായിട്ട് പറയണ്ട, അവരാണ്, ഷായാണ് യോഗിക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ അവരുടെ ശത്രുക്കൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2020 നഡ്ഡ വന്നു. RSSന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2019 മോദി വന്നതിന് ശേഷം 2014 ആദ്യത്തെ ഊഴം, 2019 രണ്ടാമത് വന്ന ശേഷം തുടർച്ചയായി ഈ RSSുമായിട്ട് അങ്ങനെ നിരന്തരം ആലോചനകളൊന്നും 2010 ശേഷം നടത്തുന്നില്ല എന്നൊരു പരാതി പൊതുവെ സംഘ് പരിവാറിലുള്ളവർക്കൊക്കെ ഉണ്ട്. നഡ്ഡ ബ്രാഹ്മണൻ ആണ്, മോദി OBC ആണ്. അപ്പോൾ ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കർ, നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ കണ്ടതാണല്ലോ, അംബേദ്കർ വലിയൊരു വിഷയമായിട്ട് വന്നു. അംബേദ്കറുടെ കൂടെ ആരാണ് നിൽക്കുന്നത്? മറ്റേ നെഹ്റു മുച്ചൂടും എതിരായിരുന്നു അംബേദ്കർക്ക്. നമ്മൾ ചർച്ചയൊക്കെ നടത്തിയതാണ് 2 തവണ തെരഞ്ഞെടുപ്പിൽ, 1952 54 തെരഞ്ഞെടുപ്പുകളിൽ അംബേദ്കർ നെഹ്റു തോൽപ്പിച്ചതാണ്. 1946 ഇടക്കാല മന്ത്രിസഭ വന്നപ്പോൾ നെഹ്റു അംബേദ്കർ മന്ത്രിയായിട്ട് എടുത്തില്ല. 1947 എടുത്തത്. അപ്പോൾ നിയമവകുപ്പാണ് കൊടുത്തത്. കൊള്ളാവുന്ന വകുപ്പ് ആകാം എന്ന് അംബേദ്കർ തന്നെ നെഹ്റുവിനോട് പറഞ്ഞാണ്. പ്ലാനിങ് വകുപ്പ് വരുന്നുണ്ട്, അത് പിന്നെ തരാം
എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അതിന് വേറെ മന്ത്രിയെ വെച്ചു. ഹിന്ദു കോഡ് ബില്ല് മര്യാദയ്ക്ക് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല അംബേദ്കർ ഉള്ള കാലത്ത്. അംബേദ്കർ പിന്നെ രാജിക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. 4-5 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് വിദേശ നയം പൊട്ടയാണ്, അയൽക്കാരെ മുഴുവൻ ശത്രുക്കളാക്കി, ഹിന്ദു കോഡ് ബില്ലിൻ്റെ കാര്യം എല്ലാം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി എങ്ങനെയാണ് നെഹ്റു കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അംബേദ്കർ ഒരു പ്രതീകമായിട്ടിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളാണ് അംബേദ്കറിൻ്റെ ആള് എന്നൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അവകാശപ്പെടുന്നൊരു വല്ലാത്ത കാലമാണ്. ഭരണഘടന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു ദലിത് ആയിക്കൂടെ? BJPയുടെ ദേശീയ പ്രസിഡന്റ്, കോൺഗ്രസിൽ ഖർഗെ പിന്നാക്ക ദലിതാണ്. അപ്പോൾ BJP ദലിത് വിരുദ്ധമാണ് എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ആരോപണത്തിന് മറുപടി കൊടുക്കാവുന്ന വിധത്തിൽ ആയിക്കൂടെ? പ്രതിപക്ഷത്തെ അങ്ങനെ നിശബ്ദമാക്കിക്കൂടെ? കാരണം രാഷ്ട്രപതി സ്ഥാനത്ത് ഗോത്രവർഗത്തിൽ നിന്ന് അല്ലേ, പ്രധാനമന്ത്രി OBC, പാർട്ടിയുടെ പ്രസിഡന്റ് ദലിത്, അങ്ങനെ ഒരു ആലോചന നടക്കുന്നതായിട്ട് കേൾക്കുന്നു. ദലിത് നേതാക്കൾ അങ്ങനെ ഒരുപാടൊന്നും ഉയർന്ന ശ്രേണിയിലില്ല BJPക്ക്. കേൾക്കുന്ന പേരുകളിലൊന്ന് പ്രധാനപ്പെട്ടത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, അദ്ദേഹത്തിൻ്റെതാണ്. പലപ്പോഴും സൈക്കിളിലൊക്കെ ലോക്സഭയിലേക്ക് വരുന്ന ആളാണ് അദ്ദേഹം. അർജുൻ റാം മേഘ്വാൾ മറ്റേ രാജസ്ഥാനിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, കളക്ടറായിട്ടുമൊക്കെ. അപ്പോൾ അർജുൻ റാം മേഘ്വാളിന് ഭരണമൊക്കെ അറിയാം. പിന്നെ ഈ വാദ്രയ്ക്കെതിരെ കുറേ ഭൂമി ഇടപാട് കേസുകളൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നുണ്ട് അവിടെ, റോബർട്ട് വാദ്രയ്ക്കെതിരെ. അപ്പോൾ രാഷ്ട്രീയം ഒക്കെ നന്നായിട്ട് അറിയാം, കൈകാര്യം ചെയ്യാനും അറിയാം. പിന്നെ ജനറൽ സെക്രട്ടറി ഉണ്ട് BJPയുടെ, ദുഷ്യന്ത് ഗൗതം. ദുഷ്യന്ത് ഗൗതത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദലിത് സ്ത്രീ തന്നെ ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. ഉത്തർപ്രദേശിലൊരു മന്ത്രിയുണ്ട്, ബേബി റാണി മൗര്യ, അവരുടെ പേരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ഒരു സർപ്രൈസൊക്കെ മോദി കൊണ്ടുവരാറുണ്ടല്ലോ, രാഷ്ട്രപതിമാരുടെ കാര്യത്തിലൊക്കെ തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാം, അങ്ങനെ ഒരാളും വരാം. ഇപ്പോൾ അഖിലേഷ് യാദവ്, രാഹുൽ, പ്രിയങ്ക, ഇവരൊക്കെ ഈ താരതമ്യേന 50 വയസ്സൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന ചെറുപ്പമാണെന്നാണ് പറയുന്നത്. അഭിഷേക് ബാനർജി TMC പ്രായം കുറവാണ്, തേജസ്വി യാദവ്. അപ്പോൾ ആ നിരയിലൊക്കെ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ BJPയിൽ നിന്ന് വേറെ പേരുകൾ വരുന്നുണ്ട്. ദലിത് മനോഹർ ലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മാറ്റി നിർത്തിയതെന്നല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി. ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും അന്ന് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നു. നേരത്തെ മഹാരാഷ്ട്ര ഫട്നാവിസിന്റെ പേരും കേട്ടിരുന്നില്ല? അത് കേട്ടിരുന്നു. ഇനിയിപ്പോ ഫട്നാവിസ് മുഖ്യമന്ത്രി ആയതല്ലേ, മാത്രമല്ല അമ്മ പറഞ്ഞിട്ടില്ലേ അവന് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി ആലോചനയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. മനോഹർലാൽ ഖട്ടറിന്റെ പേരുണ്ട്, ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനും OBC ആണല്ലോ. പിന്നെ ഭൂപേന്ദർ യാദവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്ന്, വിനോദ് താവഡെ, ഇങ്ങനെ പരിഗണിക്കപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത ആളുകളുടെ പേരുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിൽ കൊള്ളാവുന്ന കുറെ പേരുകളുണ്ട്. ഇപ്പോൾ ബേബി റാണി മൗര്യ ആരാണെന്ന് നോക്കാം. ബേബി റാണി മൗര്യ ദലിത് സ്ത്രീ എന്നുള്ളതിലേക്ക് ശരിക്കും അർഹതയുള്ള ഒരാളാണ്, കഴിവുള്ളത്. 2018-21 ഉത്തരാഖണ്ഡിൽ ഗവർണറായിരുന്നു അവർ. ഇപ്പോഴ് ഉത്തർപ്രദേശിൽ മന്ത്രിയായിരുന്നു. MA പഠിച്ചിട്ടുണ്ട്. ഭർത്താവ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപദേഷ്ടാവായിരുന്നു, പ്രദീപ് കുമാർ മൗര്യ. 1995 ഇവർ ആഗ്ര മേയറായിരുന്നു. അപ്പോൾ പടിപ്പടിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആളാണ്, മേയറുമായിരുന്ന ആളാണ് അവർ. അവിടെ ആഗ്ര മേയറാകുന്ന ആദ്യത്തെ വനിതയാണ് അവർ ആയിരുന്നു ബേബി റാണി മൗര്യ. രാംനാഥ് കോവിന്ദ് ഈ SC മോർച്ചയുടെ, പട്ടികജാതി വർഗ മോർച്ചയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ അതിൽ
ഭാരവാഹിയായിരുന്നു ബേബി റാണി മൗര്യ. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. BJPയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ് അവർ. വൈസ് പ്രസിഡൻ്റാണ് ഓൾറെഡി. പിന്നെ അർജുൻ റാം മേഘ്വാൾ ആണെങ്കിൽ ഇപ്പോൾ നിയമമന്ത്രി ബിക്കാനറിൽ നിന്നാണ്, രാജസ്ഥാനിലെ. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുണ്ടായിരുന്നു. ഗൗതം, ഈ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. SC മോർച്ച അതിലെ ഭാരവാഹിയായിട്ടുള്ള ആളാണ് ഈ ഗൗതം. അപ്പോൾ ഇത്തരം പേരുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ദലിത് പ്രസിഡന്റ് ആയിക്കൂടാ ദേശീയ തലത്തിൽ? ഇതിനു മുമ്പ് ഒരേ ഒരാൾ ദലിത് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് BJPക്ക്, ബംഗാരു ലക്ഷ്മൺ. 2000 അദ്ദേഹം പ്രസിഡന്റ്. അപ്പോൾ കാൽനൂറ്റാണ്ട് മുമ്പാണത്. അതിനുശേഷമാണ് ഇപ്പൊ വീണ്ടും. അതെ, അദ്ദേഹം ആണെങ്കിൽ ആ മറ്റേ കോഴ വാങ്ങുന്ന ദൃശ്യങ്ങളും ഒക്കെ നാരദ, അത് വലിയ വിവാദം ഉണ്ടാക്കി, അങ്ങനെ മാറേണ്ടി വന്ന ഒരാളാണ് ആന്ധ്രയിൽ നിന്നുള്ള. ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമുക്ക് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ BJP സാധിച്ചു. പ്രധാനമന്ത്രി പദത്തിലേക്ക് OBC നായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിത, അതും പ്രത്യേകിച്ച് ദളിതൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ BJP സംഘപരിവാറിനെതിരെയുള്ള ആരോപണങ്ങളുടെ എല്ലാം മുന്നിയൊടിക്കാനും പറ്റും, അല്ലേ? അപ്പം അങ്ങനെ ഒരു നീക്കം നടത്തി നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. ഇങ്ങനെ ആലോചനകളിലുകൊണ്ടാണ് നമ്മളിത് ഇപ്പം ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.